ഇന്ന് ഞങ്ങളെ ഹോം ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൊറേ ദിവസമായി എല്ലാരും ചോദിക്കുന്നു, എന്താ ചേച്ചി വീടൊന്ന് കാണിച്ചു തരാത്ത. അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല. കുറെ പേരെന്ന് പറയുമ്പോ ഞാനും ചേട്ടനും പിന്നെ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കണ കാര്യം പറഞ്ഞത്. ഹായ്, വെൽക്കം ടു V1 ഹോം. V1 ഹോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒറ്റ സമയം കളയണ്ട, വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. വീടിൻ്റെ മുൻപിൽ നമ്മൾ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഗാർഡനിങ് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികാലം പോലെ പണികളൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു പറമ്പ് കാണാൻ പറ്റും കേട്ടോ. സോ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഇനി വെൽക്കം ടു അവർ സ്വീറ്റ് ഹോം. നമുക്ക് ആദ്യം നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളുടെ പ്ലേ സ്റ്റോർ കണ്ടു മതി, ബാക്കി എന്ത്. അതെ അതെ. അപ്പൊ ഇവിടെ കമോൺ ഗൈസ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പ്ലേ സ്റ്റോർ. ഈ പ്ലേ സ്റ്റോറിനെ ഞങ്ങൾ കുറെ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ദ മ്യൂസിയം. ഞങ്ങൾ എന്തുണ്ടാക്കിയാലും അത് ഇവിടെ വെക്കും. അതിന്റെ തൊട്ടടുത്ത് ലൈബ്രറി. ഇതൊക്കെ ഞാൻ വായിക്കാറുള്ള പുസ്തകങ്ങളാണ് കേട്ടോ. അതിന്റെ തൊട്ട് മേലെ എന്താ നോക്കിയേ, ദി ആർട്ട് സെക്ഷൻ. എന്തുണ്ടാക്കുകയാണെങ്കിലും അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് സ്ക്വിഷി. ഇതിന്റെ പേരാണ് മാർഷ്മെല്ലോ. പിന്നെ ഇതിന്റെ പേര് എന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് കുറോമി. പിന്നെ ഞങ്ങൾ ആർട്ടും DIY ഒക്കെ ചെയ്തിട്ട് എന്ത് വേസ്റ്റ് വന്നാലും അത് ഇവിടെ ഇടും. ഇതാണ് ഞങ്ങളുടെ ട്രാഷ് ക്യാൻ. അതിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആരാ നോക്കിയേ, എന്റെ ഫേവറേറ്റ് സ്റ്റഫ്ഡ് ആനിമൽ ക്ലോയി. അപ്പൊ അപ്പൊ നമ്മള് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടാ. ഈ ലൈറ്റ് നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ നോക്കിയേ. നമ്മുടെ കുറെ ലൈവില് ഈ ലൈറ്റ് കാണിച്ചിട്ടുണ്ട്. കുറെ പേര് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടത്. ഇവരെന്തോട്ട് അതിനുള്ളിൽ ചെയ്യണേ? ഇതാണ് ഞങ്ങളുടെ മൂവി തിയേറ്റർ. ഞങ്ങളുടെ തിയേറ്റർ നോക്കൂ. ഇത് കണ്ടോ, ഞങ്ങൾ എല്ലാ വീഡിയോസും ഇവിടെ ഇരുന്നിട്ടാണ് ഒരുമിച്ച് കാണാറ്. നല്ല രസമല്ലേ? നോക്കി, ഞങ്ങൾക്ക് ചാരി ഇരിക്കാനിവിടെ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചില ദിവസങ്ങളൊക്കെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങളുടെ ഫോണും വെച്ചിട്ട് ഞങ്ങൾ പോപ്കോണും ഒക്കെ തിന്നിട്ട് നല്ല രസിച്ചിരിക്കാറുണ്ട്. ആ പിന്നെ ചിലർക്കാറുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്റ്റഡി ടേബിൾ. ഇത് എന്റെ വേർഷൻ, ഇത് ചാച്ചോടെ വേർഷൻ. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് പഠിക്കാറ്. പഠിക്കല്ല, ഞങ്ങൾ എവിടെ ഇരുന്നാലും പഠിക്കും. പക്ഷെ ഇതാണ് സ്റ്റഡി ടേബിൾ എന്ന് പേരുള്ള ടേബിൾ. അങ്ങനെ പറ. പിന്നെ ഇതാണ് എന്റെ കളറിംഗ് ബുക്സ് ഒക്കെ ഞാൻ ഈ ചട്ടയിൽ വെക്കും. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് എല്ലാം ഡ്രോ ചെയ്യാം. പിന്നെ ഇതെനിക്കൊരു പാവക്കുട്ടി. ഞാൻ ഈ പാവക്കുട്ടി കുറെ കളിക്കാറുണ്ട്. പിന്നെ ഇതെനിക്ക് എന്തെങ്കിലും സമയം പക്ഷെ ഞാൻ ഉപയോഗിക്കാറൊക്കെയുണ്ട് കേട്ടോ. പിന്നെ ഇതെന്റെ വേസ്റ്റ് ബിൻ. ഇനി എന്റെ സൈഡ് ഇതാണ് എന്റെ പൗച്ച്. ഇതെന്റെ പേഴ്സണൽ ഡയറിയാണ്. ആരും തുറന്നു നോക്കരുത്. ഇത് എന്റെ പഠിക്കണ പുസ്തകങ്ങളാണ്, എന്റെ ട്രാഷ് ക്യാൻ, പിന്നെ എന്റെ പിക്കി ബാങ്ക്, പിന്നെ എന്റെ ഒരു ട്രോഫി. അത്രേ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇനിയും സാധനങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ അയൺ ടേബിൾ. ഇവിടെയാണ് ഞങ്ങൾ ലൈവ് പോവാറ്. ഈ പരിസരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പക്ഷേ ഞാൻ പോവാറില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ഞങ്ങൾ പഠിക്കുമ്പോ ഈ വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾ പഠിക്കാറ്. പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു ബാൽക്കണി ഉണ്ട്. നോക്കിയേ, ഇവിടെ നിന്ന് എനിക്ക് അവിടുത്തെ വീടുകളും ഒക്കെ കാണാം. ഞങ്ങൾ ചില നേരത്ത് രാത്രിയൊക്കെ ഇവിടെ വന്നിട്ട് കാഴ്ചയൊക്കെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം ഇവിടെ ഉണ്ടോ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ നമുക്ക് ഡാൻസ് കേട്ടോ. ഇത് നോക്കിയേ, I am not lazy. I just really enjoy doing nothing. സത്യല്ലേ ഗൈസ്? ബെഡ്റൂമിക്ക് ഉറങ്ങാൻ വേണമെന്ന് മടിയായിട്ടൊന്നല്ല, ജസ്റ്റ് ഒന്ന് ഉറങ്ങി റീചാർജ് ആവാനല്ലേ. പിന്നെ ഇത് ഞങ്ങളുടെ ബെഡ്. അത് ഞങ്ങളുടെ വാഷ്റൂമിലേക്കുള്ള ഡോറാണ്. ഞങ്ങളുടെ മേക്കപ്പ് ചെയ്യണ മിറർ, മേക്കപ്പ് ഷെൽഫ്. ഇതെല്ലാം ഞങ്ങൾ ഓർഗനൈസ്
വെച്ചിട്ടില്ല, വെക്കണം. അവിടെ എൻ്റെ ഡ്രസ്സ്, ചക്കരയുടെ ഡ്രസ്സ്, ചക്കരയുടെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സ്, അതൊക്കെയാണ് ഈ ബെഡ്റൂമിലുള്ളത്. അമ്മ ഇനി എന്താ കാണിക്കാതെ? ഞാനിവിടെ ലീവിംഗ് റൂം എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതല്ലേ, ആ സമയത്തിൽ നിങ്ങൾ വിളിച്ചിട്ട് മോളിക്ക് കൊണ്ടുപോയത്. ഇനി നിങ്ങളുടെ സഹായം വേണ്ടട്ടാ, ഇനി ഞാൻ പറഞ്ഞോളാം. ഇതേതാ സ്ഥലം മനസ്സിലായോ? ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. നമ്മൾ ഒരുമിച്ചിട്ട് TV കാണാതിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്, ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വരച്ചു തന്നതാ, നല്ല രസമായിട്ടുണ്ട് അല്ലേ? നോക്കിയേ, എന്നിട്ട് ഞാൻ, ചക്കര, ആദ്രക്കുട്ടി. അത് മാത്രല്ല ഇവിടെ കുറെ ആദ്രയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്സും ടോയ്സും ചക്കരയ്ക്ക് കിട്ടിയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ്, ഹലോ, ഹോം ടൂർ ആണല്ലേ? വിഷയത്തിന് തന്നെ അറിയാം. കുറെ മുന്തിരി ഞാനേ ഇവിടെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുക്കള വന്നപ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഇതാണ് നമ്മുടെ അടുക്കള. അടുക്കള ഭയങ്കര ഓപ്പൺ ആണ്, കണ്ട? ഇത്രേ ഉള്ളൂ, സിമ്പിളാ. മുന്തിരി നമ്മള് കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ട്. ബിരിയാണി കാണണമെങ്കിൽ ഇങ്ങോട്ട് അടുത്തേക്ക് വേണം. കുറച്ചുകൂടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാണ്. നമ്മള് ചിമ്മിനി സൗണ്ട് വരാണ്ടിരിക്കാൻ ഓഫ് ചെയ്ത് വെച്ചതാ. പിന്നെ ഇവിടെ കുറച്ച് കറി, വെള്ളം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്നാക്സ് ഒക്കെ വെക്കണ ഇതാണ്ട്. ഇത് തുറന്ന് കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, ഇതിനുള്ളിലാണ് നമ്മുടെ എന്താ പറയാ, അരിപ്പൊടി, പിന്നെന്താണ് ഗോതമ്പ് പൊടി, അങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ ചായപ്പൊടി, പഞ്ചസാര, അങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അത്രേ ഉള്ളൂ നമ്മുടെ അടുക്കള. അടുക്കളയുടെ ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ, അത് അപ്പുറത്ത്. അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അതെ, നമ്മൾ പാത്രം കഴുകുന്ന സാമഗ്രികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഉള്ളി, വെളുത്തുള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം കേട്ടോ. നമുക്ക് പുറത്തേക്ക് പോവാം. ഞങ്ങൾ ഹോം ടൂർ ചെയ്ത് വന്നപ്പോൾ രാത്രിയായി, കണ്ടോ? ഇതാണ് നമ്മുടെ റീഡിങ് കോർണർ. ഞങ്ങൾ ബുക്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഞാനും ആദ്രക്കുട്ടിയൊക്കെ ഇരിക്കാറുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ആനന്ദേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, അത് നമ്മുടെ ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ. പക്ഷെ ആളെപ്പോഴും അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് അതിന്റെ മുകളിൽ മുഴുവൻ ആനന്ദേട്ടൻ്റെ ലാപ്ടോപ്പും സാധനങ്ങളാണ്. ഇതേ തൊട്ടടുത്ത് വാഷ് ബേസിൻ ഉണ്ട്, സ്റ്റെയർ കേസ്, നേരത്തെ ചക്കരി ആർദ്രക്കുട്ടി ഇറങ്ങി വന്നില്ലേ. പിന്നെ ലിവിംഗ് റൂം, നമ്മുടെ മെയിൻ എൻട്രൻസ് ഡോർ ആണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ നോക്കിയേ, ഇതാണ് കുട്ടികളുടെ പ്ലേ സ്റ്റേഷൻ, അവർ നേരത്തെ കാണിച്ചു തന്നില്ലേ. പിന്നെ ഗെയിം കിച്ചൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വീട് ഫുള്ള് കണക്റ്റഡ് ആണെന്ന്. നമുക്ക് എവിടെ ഇരുന്നാലും എവിടെ ഇരിക്കണവരെയും കാണാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Then bye from